ഇന്ന് നമ്മൾ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ വാനില എസൻസോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഈ മാംഗോ പൾപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഫ്രീസ് ചെയ്തതാണ് കേട്ടോ. ഇതുപോലെയുള്ള 3 ബോട്ടിൽ ഞാൻ ഫ്രീസ് ചെയ്തിരുന്നു 1 ലിറ്ററിൻ്റെ. ഇതിപ്പോൾ ഇത്രേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രീസ് ചെയ്ത മാംഗോ പൾപ്പ് ഇല്ലെങ്കിൽ പഴുത്ത മാങ്ങ വാങ്ങി അത് വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ മാങ്ങ അധികമുള്ള സീസണിൽ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ നമുക്ക് വർഷം തോറും ജ്യൂസ് ഉണ്ടാക്കാനും ഇതുപോലെയുള്ള കസ്റ്റാർഡുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാനതെങ്ങനെയെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ഇത് പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. ഇത് നമുക്ക് ഏകദേശം ഒരു 8 പേർക്ക് കഴിക്കേണ്ട ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാവും. ഇനി ഈ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. വാനില കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായി അലിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് നന്നായി തന്നെ അലിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തു. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പക്ഷെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം ധാരാളം മതിയാവും. ഇനി ഇത് തിളച്ച് തോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് തിളച്ച് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് കൊടുത്ത് വേണം വീണ്ടും ഇളക്കി കൊടുക്കാൻ. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഫ്ലെയിം കുറച്ചും കൂട്ടിയുമാണ് ഇളക്കി ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ പാകത്തിനിവിടെ കട്ടിയായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര കട്ടിയായാൽ മതി കേട്ടോ. ഇതിലും കൂടുതൽ കട്ടിയാവണ്ട. നമുക്ക് ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് കുറച്ചൊരു കട്ടിയായിട്ടാണ് വേണ്ടത്. നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഇത്രയും കട്ടിയാവാൻ കാത്ത് നിൽക്കണ്ട കേട്ടോ. ഇത് ഈ ഭാഗത്തൊക്കെ ഇത്രയും കട്ടിയിലാണ് നമ്മൾ ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാറ്. ഇനി ഇത് തണുക്കാനായി നമുക്ക് മാറ്റി വെക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അധികം ചൂടോട് ചേർക്കരുത് കേട്ടോ. കുറച്ചൊന്ന് പാല് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. 1 മണിക്കൂർ സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാണ് ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ, ഓറഞ്ച്, പിന്നെ പൊമോഗ്രാനൈറ്റ്, അതായത് മാതള നാരങ്ങ, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അത് ഇത് വീഡിയോ ഒന്ന് വിട്ടുപോയതാണ് കേട്ടോ കാണിക്കുന്ന ഭാഗം. നമുക്ക് ഏത്തപ്പഴവും ചെറിയ പഴമൊക്കെ നമുക്ക് വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ ഉണക്കി വെച്ചിട്ടില്ല. ചെറിയ പഴം ഇതുപോലെ മുറിച്ച് നമുക്ക് നല്ല വെയിലത്ത് ഉണക്കിയെടുക്കാം. ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാം. ഇതാണ് ഏത്തപ്പഴം ഉണക്കിയത്. ഇതുപോലെ നന്നായി തന്നെ ഉണങ്ങണം കേട്ടോ. നമ്മൾ 3 ആഴ്ച നല്ല വെയിലത്ത് ഇതുപോലെ ഉണക്കിയെടുക്കണം. ഇതിൻ്റെ 2 അറ്റവും മുറിക്കരുത്, മുറിക്കാതെ വേണം ഉണക്കിയെടുക്കാൻ. ഉണക്കിയതിന് ശേഷം ഇതുപോലെ തൊലി കളഞ്ഞ് നമുക്ക് മുറിച്ച് ഇതേപോലെ ഡേറ്റ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ അതേപോലെ ഉപയോഗിക്കാം കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ച് നമുക്ക് എല്ലാത്തിലും സ്മൂത്തിയിലും ഫ്രൂട്ട് സലാഡിലും എല്ലാത്തിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേ കാലം നമുക്കിത് 1 വർഷം വരെ നമുക്കിത് ടിന്നിലാക്കി സൂക്ഷിച്ചും വെക്കാം. ഇപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മുടെ നല്ല ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട് കസ്റ്റേർഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.